എല്ലാവരും ഓണത്തിന്റെ തിരക്കിലായിരിക്കും, അറിയാം. ഞങ്ങൾ ചാപ്റ്റർ 4 എന്റർടൈൻമെന്റ്സിന്റെ ആദ്യത്തെ ഓണാണ്. ഞങ്ങളുടെ ഈ ഓണത്തിന് ഞങ്ങളുടെ കൂടെ ഉള്ളത് ഒരു കൊച്ചു കലാകാരിയാണ്. ആരാണെന്നല്ലേ? വരും. ഹായ്. ഇതാണ് ഞാൻ പറഞ്ഞ ആ കുഞ്ഞു താരം ശിവാരാധ്യ. അപ്പൊ ഇനി ശിവാരാധ്യന്റെ ഓണം വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഓണക്കല്ലേ? ഓണായിട്ട് എന്താ പരിപാടി? അത് പൂടും, സദ്യ കഴിക്കും, പിന്നെന്താ, പിന്നെ അടുക്കളയില് ഞാൻ ഇന്ന് അമ്മനെ സഹായിച്ചു. അമ്മനെ സഹായിച്ചോ? എന്താ സഹായിച്ചേ? ഞാൻ മറ്റേ എലിശ്ശേരി ഉണ്ടാക്കാന്. എലിശ്ശേരിക്ക് കഷ്ണം മുറിച്ചു. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് എലിശ്ശേരി ഉണ്ടാക്കിയത് ശിവകുട്ടിയാണ്. അങ്ങനെയൊക്കെ പറയാം. കുക്കിംഗ് ഇഷ്ടമാണോ? ആണോ? എന്തൊക്കെ ഉണ്ടാക്കും? അങ്ങനെ ഉണ്ടാക്കില്ല, സഹായിക്കും. ഈ ഓണാകുമ്പോ പൂക്കളൊക്കെ ആരാടാറ്? എനിക്ക് സ്കൂളിൽ പോവാണ്ടെങ്കിൽ അമ്മ ഒറ്റയ്ക്കിടും, അമ്മ അച്ഛമ്മ ഒറ്റയ്ക്കിടും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും സഹായിക്കും. പൂ പറിക്കാനൊക്കെ പോവോ? അത് ഇവിടെ തന്നെ കുറെ ഉണ്ടല്ലോ. ഇവിടെ കുറെ പൂവുള്ളതുകൊണ്ട് ഇവിടെ തന്നെ പറിക്കും. ഇവിടെ ആരൊക്കെയാ കൂട്ടുകാരൊക്കെ ഉള്ളത്? ഇവിടെ ആരുമില്ല. ഇവിടെ ആരും ഇല്ലേ? അതെന്താ ഇവിടെ ആരും ഇല്ലാത്തെ? ആ വീട്ടില് എന്റെ അച്ഛൻ്റെ അനിയന്റെ വീടാ. അപ്പൊ അവിടെ ഗോപച്ചന്റെ കൊച്ചുമോള് വരുമ്പോ കളിക്കാൻ പോവും. സ്കൂളിൽ ആരൊക്കെയാ കൂട്ടുകാര്? സ്കൂളിൽ കുറെ ആൾക്കാരുണ്ട്. അവർക്കൊക്കെ അറിയാം ശിവകുട്ടി ഇങ്ങനെ അഭിനയിക്കും എന്നൊക്കെ ഉള്ളത്. അപ്പൊ അവരൊക്കെ എന്താ പറയാ? അവർക്കൊക്കെ ഓൾറെഡി അറിയുന്നോണ്ട് അത്രയ്ക്ക് റിയാക്ഷൻ ഒന്നും ഇല്ല. ഇല്ലല്ലേ? ശരി, വീട്ടിലാരൊക്കെയാ ഉള്ളേ? അമ്മ, ഞാന്, അച്ഛമ്മ, അച്ഛൻ, പിന്നെ പപ്പയും ചേച്ചിന് വരുമ്പോ അവരുണ്ടാവും. സംസാരൊക്കെ കണ്ട കുഞ്ഞു കുട്ടിയാണെങ്കിലും ഈ ഇരിക്കുന്നതല്ല ആള്. 6ാം വയസ്സിലാണല്ലോ ആദ്യമായിട്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറുന്നത്. എന്തിനായിരുന്നു? ആക്ടിങ്ങിനാ. അപ്പൊ എന്തിനാണ് ശിവകുട്ടിക്ക് റെക്കോർഡ് കിട്ടിയെന്നുള്ളത് നമുക്കൊന്ന് കണ്ടാലോ. ഡിഫറെന്റ് ആയിട്ടുള്ള 13 ഇമോഷണൽ സീൻസ് ഒറ്റ വീഡിയോയിൽ അഭിനയിച്ച് കാണിച്ചിട്ടാണ് ഈ കൊച്ചുമിടുക്കിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത്. അപ്പോൾ അതിലുള്ള കുറച്ച് എക്സ്പ്രഷൻസ് ചിലത് ഇപ്പൊ ശിവ നമുക്ക് വേണ്ടി കാണിച്ചു തരും. റെഡിയാണോ? അപ്പൊ ആദ്യം എന്താ കാണിക്കാൻ പോന്നേ? കാണിക്കാം. കരയാം നമുക്ക്. ഓണായിട്ട് ഞാൻ ഈ കുട്ടിയെ കരയിപ്പിക്കുകയാണ്. കരയിപ്പിക്കാൻ പാടില്ല, ബട്ട് കരയാം. എനിക്ക് കരച്ചില്. ഇനി വരാം അടുത്തടുത്ത്. ദേഷ്യം ദേഷ്യം ദേഷ്യം. സന്തോഷം. ഉള്ളം തന്നെ വെച്ചിരിക്കുന്നത്. ഈ കുശുമ്പ് അങ്ങനൊക്കെ വരുന്ന സമയത്ത് ഇതൊക്കെ എവിടുന്ന പഠിക്കണേ? ഇതൊക്കെ ആരെ പഠിപ്പിച്ചന്നെ? തനിയെ പഠിച്ചതാണോ? ഇങ്ങനെ ചെറുപ്പം തൊട്ട് സിനിമകളൊക്കെ കാണുമായിരുന്നു? ചിലപ്പം സിനിമ കണ്ടതായിരിക്കും, ചിലപ്പോ സിനിമ ഉണ്ടായിരിക്കും, ഉറപ്പില്ല. ഇതൊക്കെ നേടിയത് വെറും 6 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. ശരിക്കും ഇപ്പൊ എത്ര വയസ്സായി? 10. 5ാം ക്ലാസ്സിലാണ്. മണിമുത്തിലെ മണിക്കുട്ടി. മണിക്കുട്ടിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് എത്ര വയസ്സുണ്ടായിരുന്നു? തുടങ്ങിയത് 6 വയസ്സ്. 6 വയസ്സില്. തീർന്നപ്പോ 8 വയസ്സ്. 2 വർഷം സീരിയൽ അഭിനയിച്ചു. ഈ ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ട് വന്നപ്പോ എന്താ തോന്നിയേ? ഭയങ്കര പേടിയൊന്നും ഉണ്ടായില്ല, ഓക്കെ ആയിരുന്നു. സീരിയലിലേക്ക് എങ്ങനെ എത്തിയത്? അത് ഞാൻ പണ്ട് ടിക്ടോക്കിൽ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ഇടുമ്പോ അത് കണ്ടിട്ട് പഠിച്ചതാ. ആരുടെ കൂടി ചെന്നേ? പപ്പ ദുബായിലായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ അമ്മേന്റെയും പിന്നെ എൻ്റെ അമ്മേന്റെ അച്ഛൻ്റെയും കൂടെ പോയത്. അമ്മച്ചന്റെ കൂടെയാണ്? ഞാൻ അച്ഛനെ വിളിക്കുക. അവിടെ ക്രൂവിലൊക്കെ എത്ര പേരുണ്ടായിരുന്നു മൊത്തത്തില് സെറ്റില്?
40+. 40+. അവിടെ ഏറ്റവും കൂടുതൽ കമ്പനി ആയിട്ടുണ്ടായിരുന്ന ആരാ? ഷഫു. ഷഫു. ഉം. അതാരാ? ഷഫ്ന. ഷഫ്ന. അത് എൻ്റെ അമ്മയായിട്ട് അഭിനയിച്ച. ഓ, അപ്പൊ അമ്മയായിട്ടുള്ള കണക്ഷനായിരിക്കും അല്ലേ? ഇനി അങ്ങോട്ട് അഭിനയത്തിനോടാണോ കൂടുതൽ താല്പര്യം, അത് വേറെന്തെങ്കിലും വലുതാവും വേറെന്തെങ്കിലുമൊക്കെ ആവണമെന്നാണോ താല്പര്യം? എനിക്ക് ആക്ട്രസ് ആവാൻ നല്ല ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ടീച്ചർ ആവാൻ ഇഷ്ടമാണ്. ടീച്ചർ ആവാൻ ഇഷ്ടമാണ്. ഞാൻ റീൽസ് ഒക്കെ കാണാറുണ്ട്. ഇങ്ങനെ മോള് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണോ? അമ്മ റെഡിയാക്കി തരും, എല്ലാം ചെയ്യും, വീഡിയോ എടുത്തിടും. ഞാൻ വെറുതെ നിന്ന് കൊടുത്താൽ മതി. ഇങ്ങനെ നീ റീല് കാണുമ്പോ ഇങ്ങനെയൊന്നല്ല, റീല് കാണുമ്പോ വലിയ വലിയ ഏതോ ഒരാളെ പോലെ തോന്നാ. അഭിനയം മാസാ. അതൊക്കെ ഇങ്ങനെ അഭിനയം ആരെങ്കിലും പറഞ്ഞു തരാറുണ്ടോ? ഇങ്ങനെ അഭിനയിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനൊക്കെ? അമ്മ എനിക്ക് പറഞ്ഞു തരാറുണ്ട്. അമ്മ പറഞ്ഞു തരാറ്? അമ്മ അഭിനയിക്കോ? അപ്പൊ അമ്മയാണ് അഭിനയത്തിൽ കൂടെ നിർത്തുന്നത്. ഈ സീനൊക്കെ നമ്മൾ ഈ സീനിലൊക്കെ അഭിനയിക്കുന്ന സമയത്ത് കുറെ വലിയ വലിയ ഡയലോഗ് ഉണ്ടാവില്ലേ? അതൊക്കെ കാണാതെ പഠിച്ചു പറയാണോ അതോ? അത് അമ്മ ആദ്യം കുറച്ച് വീഡിയോ സെലക്ട് ചെയ്ത് തരും, എന്നിട്ട് കുറച്ച് സമയം തരും അത് പഠിക്കാൻ. അപ്പൊ ഞാൻ അത് ബൈ ഹാർട്ടായിട്ട് പഠിക്കും. അഭിനയിക്കുന്ന സീൻസ് ഒക്കെ ഇപ്പൊ മൂവി സീൻസ് ആണ് റീലായിട്ട് ചെയ്യുന്നെങ്കിൽ ആ സീന് കുറെ പ്രാവശ്യം ഇരുന്ന് കാണുകയൊക്കെ ചെയ്യോ? എന്നിട്ടാണോ ശരിക്കും ആ കറക്റ്റ് ആ മുഖഭാവമൊക്കെ അതുകൊണ്ടാണ് കിട്ടുന്നത്? കറക്റ്റ് അതിൽ എങ്ങനെയാണോ അഭിനയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ശിവക്കുട്ടി അഭിനയിച്ചിട്ടുള്ളത്. ഈ സീരിയലിലും ഇതേപോലെ അഭിനയിക്കുന്ന സമയത്ത് ഡയലോഗ്സ് ഒക്കെ അതൊക്കെ ആരാ പറഞ്ഞത്? അത് കാണാതെ പഠിക്കല്ല, അത് ഇപ്പോഴും അസോസിയേറ്റ് പറഞ്ഞുതരും. അപ്പൊ ഓൺ ദ സ്പോട്ട് ഇപ്പുറത്തുനിന്ന് പറഞ്ഞുതരും. ഡബ് ചെയ്യുന്നൊക്കെ മോളെ തന്നെയാണോ? ഡബിങ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇടയ്ക്ക് ഒരു ഷെഡ്യൂൾ മൊത്തം കഴിഞ്ഞിട്ട് വരുമ്പോ കൊറേ ഉണ്ടാവും ഡബ് ചെയ്യാന്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് എടുത്ത് ഡബ് ചെയ്യും. ഈ ഡബ് ചെയ്യുമ്പോ ഈ സിങ്ക് ആവുന്ന പ്രശ്നമൊക്കെ ഉണ്ടാവില്ലേ? കറക്റ്റ് ഇപ്പൊ പറയുന്ന പോലെ തന്നെ കൊറേ റീടേക്ക് ഒക്കെ എടുക്കേണ്ടി വരുമോ? കുറച്ചൊക്കെ എടുക്കേണ്ടി വരും. നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് നമ്മളെക്കാട് വലിയൊരാളാണ്, നമ്മളെക്കാട് ഏജ്ഡ് ആണ്. അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ ആർട്ടിസ്റ്റുകളായിരിക്കും. അവരുടെ ഒക്കെ കൂടെ അഭിനയിക്കുമ്പോ എന്തായിരുന്നു ഉള്ളില്? ആദ്യമൊക്കെ എനിക്ക് പരിചയമില്ലാണ്ടാവുമ്പോ കുറച്ചൊക്കെ ഒരു പേടിയൊക്കെ പോലെ തോന്നുന്നുണ്ട്. പിന്നെ എല്ലാവരുമായിട്ട് കമ്പനി ആവുമ്പോ ഓക്കെ. ഈ സീരിയൽ അല്ലാതെ കുറച്ച് TV ഷോസിലൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ടല്ലേ? ഏതൊക്കെ ഷോസിലാണ്? അത് അമൃത ടിവിയിൽ മറ്റേ റെഡ് കാർപ്പറ്റ് ഇല്ലേ, അതിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ കോമഡി ഉത്സവത്തിൽ പോയിട്ടുണ്ട്. പിന്നെ കിടിലം, പിന്നെ ബമ്പർ ചിരി. അതിൽ നിന്നൊക്കെ ഉണ്ടായ ഒരു ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു അനുഭവം എന്താണ്? എനിക്ക് കുറച്ച് നല്ല ഇഷ്ടമുള്ളൊരു ആക്ട്രസ്സാണ് നവ്യ ആൻറ്റി. അപ്പം ഞാൻ കിടിലത്തിൽ പോയപ്പോ നവ്യ ആൻറ്റിയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ പറ്റി. ബമ്പർ ചിരിയിൽ ഗസ്റ്റ് ആയിട്ടാണല്ലേ പോയത്? ബമ്പർ ചിരിയിലാണ് ആദ്യം പോയത്. അതെങ്ങനെ ഉണ്ടായിരുന്നു? അപ്പൊ നമ്മളൊരു ആക്ട്രസ് എന്നുള്ള രീതിയിൽ നിന്ന് മാറിയിട്ട് ഒരു ഗസ്റ്റ് ആയിട്ടൊക്കെ പോണ സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഫീലിങ്സ്? എനിക്ക് ഇഷ്ടപ്പെട്ട കോസ്റ്റ്യൂം ആയിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായ കോസ്റ്റ്യൂമൊക്കെ. പിന്നെ എന്നെ മേക്കപ്പ് ചെയ്തതും ഹെയർ സ്റ്റൈലും ഒക്കെ എനിക്ക് നല്ല ഇഷ്ടമായി. ഇപ്പം നമുക്കറിയാം, നമ്മൾ TV മാത്രം കണ്ടിട്ടുള്ളവരൊക്കെ നേരിട്ട് വന്ന് നമ്മളോട് അഭിനന്ദിക്കുന്ന സമയത്തൊക്കെ എന്താ ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നോ? നല്ല സന്തോഷം തോന്നാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ആക്ട്രസ് ആരാ? മഞ്ജു ചേച്ചിനാണ് ഇഷ്ടം. നടനോ? ലാലേട്ടൻ. ഈ ബാലതാരങ്ങളിൽ ആരെയും ഇഷ്ടം? അങ്ങനെ ശിവാരാധ്യ എന്ന് പറഞ്ഞ കുട്ടീനെ അറിയോ? ആ കുട്ടി ഇഷ്ടാണോ? ഇഷ്ടം. എന്താ കുട്ടി ഇഷ്ടപ്പെടാൻ കാരണം? ആ കുട്ടി നല്ലോണം അഭിനയിക്കോ? നല്ല കുട്ടിയാണോ? എന്താ കുട്ടീന്റെ ഏറ്റവും ഇഷ്ടം? ആ കുട്ടി നല്ല ക്യൂട്ടൻ ചബ്ബിയാണോ? സീരിയലിലൊക്കെ അഭിനയിച്ചു തുടങ്ങിയപ്പോ കൊറേ ആൾക്കാർ ഇതുപോലെ മനസ്സിലാക്കി തുടങ്ങിയിരുന്നല്ലേ? അവരൊക്കെ വന്ന് ചോദിക്കാറുണ്ടോ? ഉണ്ട്. അപ്പൊ എന്ത് തോന്നുന്നു? അപ്പൊ എനിക്ക് നല്ല സന്തോഷാവാറുണ്ട്. അധികവും കുട്ടികളൊക്കെയാണോന്ന് ചോദിക്കാറ്. അതെന്താ ചോദിക്കാ? അവര് ആദ്യം ഇങ്ങനെ അടുത്തോടെ ഇങ്ങനെ നടന്ന് കളിക്കും. അത് കഴിഞ്ഞിട്ട് ചോദിക്കും
സീരിയൽ അഭിനയിക്കുന്ന ആണോ ചോദിക്കുമ്പോ അമ്മയാണ് അറിയും, ഞാനല്ല. എൻ്റെ അടുത്ത് അമ്മ ഉണ്ടാവും, അപ്പൊ അമ്മ പറയാന്ന് പറയും. സ്കൂളിൽ ഇങ്ങനെ നാടകം അങ്ങനത്തെ ഓരോന്നുണ്ടോ? അതിലൊക്കെ അഭിനയിക്കാൻ പോകാറുണ്ടോ? ഞാന് കഴിഞ്ഞ വർഷവും പിന്നെ ഈ വർഷമാണ് റെഗുലർ ആയിട്ട് സ്കൂളിൽ പോണത്. അതിന് മുന്നേ പോയിരുന്നില്ലല്ലോ അല്ലെ? ഇല്ല, അതിനു മുന്നേ 2-3 ദിവസമൊക്കെ മാസത്തിൽ പോയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ അഭിനയിക്കാനൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ അറിഞ്ഞത് ഒരു കൊച്ചു വികൃതിയാണ് സ്കൂളിൽ നിന്നാണല്ലോ. ആണോ? കുറുമ്പിയ? ടീച്ചേഴ്സ് ഒക്കെ എന്താ പറയാ? ടീച്ചേഴ്സൊക്കെ ഇപ്പൊ പുതിയ ടീച്ചേഴ്സാ. പുതിയ ടീച്ചേഴ്സാ? അവർക്കൊക്കെ അറിയോ? കുറച്ചാൾക്കാർക്കൊക്കെ അറിയാം. കൂട്ടുകാരോ? കൂട്ടുകാരൊക്കെ കുറച്ചേ ഉള്ളൂ ഇപ്പൊ. അപ്പൊ അവരൊക്കെ അടുത്ത് വന്നിട്ട് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടോ? എന്താ ചോദിക്കാറ്? എന്താന്ന് പറയുമ്പോ അതെങ്ങനെയാ അഭിനയിക്കുക, എന്താ ഡയലോഗൊക്കെ നീ പഠിച്ചു വെക്കാണോ, അതൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും. അപ്പൊ എന്ത് പറയും? അപ്പൊ ഞാൻ പറയാ, ഞാൻ ഡയലോഗൊന്നും പഠിച്ചു വെക്കല്ല, ഞാൻ അങ്ങനെ ഇവിടുന്ന് ആൾക്കാർ പറഞ്ഞു തരും, അങ്ങനെ ഞാൻ അങ്ങനെയൊക്കെ. മണിമുത്ത് എന്ന് പറഞ്ഞ സീരിയലില് 2 വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചു പറയും. അത് കഴിഞ്ഞിട്ട് എന്താ ഫീൽ ചെയ്ത? ആ ക്യാരക്ടറിൽ നിന്ന് പുറത്തേക്ക് വന്നോ അതോ അതുപോലെ തന്നെയായിരുന്നോ? കണ്ടിന്യൂസ് ആയിട്ടല്ലായിരുന്നോ? അപ്പൊ എപ്പോഴും മണിക്കുട്ടിയായിട്ട് തന്നെയാണോ ഉണ്ടായിരുന്നേ? എപ്പോഴും മണിക്കുട്ടിയായിട്ടിരുന്നു. ഈ സീരിയൽ അഭിനയം കഴിഞ്ഞതിന് ശേഷം ശിവാരാധ്യ. അപ്പോഴും ഉള്ളിലാ ക്യാരക്ടർ ഉണ്ടായിരുന്നില്ലേ? ഇപ്പോഴും ഉണ്ടോ? കുറച്ചുണ്ട്. നമ്മൾ പൊതുവെ പറയില്ലേ, ഒരു 21 ദിവസമോ അല്ലെങ്കിൽ ഒരു 30 ദിവസം, ഒരു മാസമൊക്കെ നമ്മൾ ഒരു സാധനം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവെന്ന് പറയും. ഇപ്പൊ 2 വർഷമായിട്ട് ആ ക്യാരക്ടർ അങ്ങനെ ചെയ്തു വരികയല്ലായിരുന്നോ? അപ്പൊ അത് കഴിഞ്ഞ് ആ ക്യാരക്ടർ അവിടെ കഴിഞ്ഞതിന് ശേഷം എന്താ തോന്നിയത്? കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുമ്പോ അത് അവിടെയുള്ള ആൾക്കാർക്ക് നല്ല മിസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട് അവരൊക്കെ, അപ്പം കുറച്ച് സന്തോഷിക്കാവും. വിളിക്കാറുണ്ട്? ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. എല്ലാരും എന്നെ മണിക്കുട്ടി എന്ന് വിളിക്കല്. ശിവാന്ന് വിളിക്കുന്ന കുറച്ച് ആൾക്കാരല്ലേ. പിന്നെ ഞാൻ പിന്നീട്ട് നടക്കുമ്പോ എനിക്ക് മണിക്കുട്ടി ഓർമ്മയുണ്ട്. പിന്നെ ആ സമയത്ത് തീരെ മുടിക്ക് നീളമല്ലായിരുന്നു, ഇപ്പോഴാണ് കുറച്ച് നീളം വന്നത്. ഇപ്പോഴാണ് നീളം വന്നത്. അപ്പൊ സീരിയല് മണിക്കുട്ടി ആയിരുന്ന സമയത്ത് 2 സൈഡ് പിന്നിക്കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇടുമ്പോ മണിക്കുട്ടീനെ ഓർമ്മ വരുന്നത്. അപ്പൊ മണിക്കുട്ടീനെ മിസ് ചെയ്യുന്നുണ്ടോ? അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും ഇപ്പൊ ശിവാരാധ്യയെ കാണുന്ന സമയത്ത് പലർക്കും ആ മണിക്കുട്ടീനെ ആയിരിക്കും ഓർമ്മ വരിക. ഏതാണ്ട് ആ മണിക്കുട്ടി ഇരിക്കണ പോലെ തന്നെ 2 സൈഡ് പിന്നി മുടിയൊക്കെ കെട്ടി ചെറിയൊരു മാറ്റം, കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് മുടിക്ക് അല്ലേ? വേറൊരു മാറ്റവും ഇല്ല. ചിരി പിന്നെ ഡ്രസ്സും. മണിക്കുട്ടി ഇതേപോലെ ചിരിച്ചിട്ടാണോ? ഇത്രയും സന്തോഷമായിരുന്ന ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ ശിവയുടെ ചിരി നല്ല ഭംഗിയുണ്ടെന്ന്? ഭംഗിയുണ്ടെന്നാണ് പറയല, പക്ഷെ യക്ഷച്ചിരി പോലെ ഉണ്ടെന്ന് എല്ലാരും പറയല്. ആരാ പറയാറ്? സ്കൂളിലാണോ പറയാറ്? എല്ലാരും പറയുന്നത്. എങ്ങനെയാ യക്ഷച്ചിരി ഇരിക്കുക? അത് ഇത് നോർമലായിട്ട് ക്ലാസ്സിൽ പോയി ഇങ്ങനെയാണോ ചിരിക്കുക? പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞില്ലെങ്കിലേ പറയാനുള്ളൂ. അപ്പൊ എങ്ങനെയാ തോന്നുന്നത്? യക്ഷച്ചിരിയാണെന്ന് പറയുമ്പോ എങ്ങനെയാ തോന്നുക? അത് ഞാൻ വിഷമാവോ? പക്ഷെ നല്ല ചിരിയല്ലേ? കൂട്ടുകാരിങ്ങനെ അഭിനയിച്ച് കാണിക്കാനൊക്കെ പറയാറുണ്ടോ? എന്നിട്ട് അഭിനയിച്ച് കാണിച്ചെടുക്കോ? ഇല്ലേ? എന്താ? അപ്പൊ ഞാൻ അവരോട് പറയും, യൂട്യൂബിൽ പോയിട്ട് മണിമുത്ത് നടിച്ചെടുക്ക, എന്നാ എന്റെ അഭിനയം കാണാൻ പറ്റുന്ന പറയാ. നാളെ അഭിനയിച്ച് കാണിച്ചെടുക്കണ്ടേ? നമ്മള് കരച്ചില് വരുമ്പോ അല്ലെങ്കിൽ എങ്ങനെ കരയാൻ പറ്റണേ? ഈ ഉള്ളെന്ന് എങ്ങനെ കരയാൻ പറ്റണേ? അതിന് ഒരു ട്രിക്കാണ്, ഞാൻ കണ്ണില് വെള്ളം നിറയ്ക്കുന്നൊക്കെ. ഞാൻ ആരോടും പറയില്ല. ഞാൻ വീടും അപ്പൊ കണ്ണില് വെള്ളം നിറയും, അങ്ങനെയാണ് ഞാൻ കരയുന്നത്. എങ്ങനെ വായ കുത്തിട്ട് ആ വീട്? അപ്പൊ ഈ അഭിനയിക്കുന്നതിന്റെ ഇടയിൽ ആ വീടുള്ള സമയമൊക്കെ കിട്ടുമോ? അത് എടുക്കുന്നതിന് മുന്നേ വീട് വെക്കും. പിന്നെ ഇടയ്ക്ക് വെള്ളം ഒഴിക്കാറുണ്ട്. ഗ്ലിസറിൻ അല്ല, സാധാരണ വെള്ളം. അപ്പൊ അങ്ങനെയാണ് കരയുന്നത്. മണിമുത്ത് കഴിഞ്ഞു വന്നപ്പോ സങ്കടം തോന്നിയോ? നല്ല സങ്കടം ഉണ്ടായിരുന്നു. പെട്ടെന്ന് പറഞ്ഞത് ഒരു ഷെഡ്യൂളും കൂടിയുള്ളൂ, അത് കഴിഞ്ഞാന്ന്. അപ്പൊ നല്ല സങ്കടം വന്നു. അപ്പൊ ആ ഷെഡ്യൂൾ കഴിഞ്ഞ് വന്നപ്പം പിന്നെ ഞങ്ങൾ പോകുന്ന ടൈപ്പ് ബസ്സൊക്കെ കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാവും. അവിടെ ഒക്കെ വന്നു.
പിന്നെന്ന് പറയുമ്പോ അവിടെ എല്ലാവരും എനിക്ക് മിസ് ചെയ്യും. ഞാന് അന്ന് ആ ഷെഡ്യൂളിന്റെ ലാസ്റ്റ് ദിവസം ഷൂട്ട് കഴിയുന്ന സമയം ഞാൻ കരയൊക്കെ ചെയ്തു. അയ്യോ, അവരൊക്കെ എന്താ പറഞ്ഞേ? പോരുന്ന സമയത്ത് അവരെന്തൊക്കെയാ പറഞ്ഞു? അപ്പൊ അവര് പറഞ്ഞു നമുക്ക് ഇനിയും കാണാലോ, ഫോണില് വീഡിയോ കോളൊക്കെ ചെയ്യാം, പിന്നെ ഗെറ്റ് ടുഗെദർ ഒക്കെ നടത്താലോ എന്നൊക്കെ പറഞ്ഞ സമയം. നമ്മുടെ മലയാളത്തിന് നല്ല ഏത് ലാംഗ്വേജിലാണെങ്കിലും ഒരാളുടെ കൂടെ എനിക്ക് ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണം അങ്ങനെ തോന്നിയിട്ടുള്ള ഒരാളാരാ? അത് മഞ്ജു മഞ്ജുവാര്യരുടെ കൂടെ അഭിനയിക്കണം. എന്നെ കാണാൻ മഞ്ജുവിനെ പോലെ ഉണ്ട് എന്ന് പറയും. ആരാ പറയാറ്? ഞാൻ ഈ 6-ാം തമ്പുരാനിലൊക്കെ ചെയ്തപ്പോ ആ വീഡിയോന്റെ താഴെയൊക്കെ മഞ്ജു വാര്യറിനെ പോലെ ഉണ്ട്, ജൂനിയർ മഞ്ജു വാര്യർ എന്നൊക്കെ പറഞ്ഞിട്ടറിയാം. അങ്ങനെ പറയുന്നോണ്ടാണോ മഞ്ജു ചേച്ചിനോട് ഇത്ര ഇഷ്ടം? അല്ല, എനിക്ക് പണ്ടേ മഞ്ജു മോഹൻലാൽ അങ്ങനെ ഇഷ്ടമാണ്. അപ്പൊ ഇങ്ങനെ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടി ഓരോ കൂടെ അഭിനയിക്കും. കിട്ടട്ടെ. ഈ മണിമുത്തിന് ശേഷം പിന്നെ സീരിയലിലേക്ക് അഭിനയിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചിരുന്നോ? പിന്നെ കൊറേ വന്നിരുന്നു, പക്ഷെ അപ്പം ബ്രേക്ക് എടുക്കാന്ന് വിചാരിച്ചു. അതെന്തേ? കാരണം ഞാന് 3rd വരെ തീരെ സ്കൂളിൽ പോയില്ല റെഗുലറായിട്ട്. അപ്പൊ കുറച്ച് പഠിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി തിരിച്ച് അഭിനയത്തിലേക്ക് തന്നെ വരാൻ. അപ്പൊ ഇനിയൊരു കോള് വന്നു കഴിഞ്ഞാല് ശിവകുട്ടി അഭിനയിക്കാൻ പോകും. അപ്പൊ ഇനി വേഗം നമുക്ക് സ്ക്രീനിൽ കാണട്ടെ വീണ്ടും. ഇനി സീരിയലിലേക്ക് പോകാനാണോ ഇഷ്ടം അതോ സിനിമയിൽ അഭിനയിക്കാനാണോ ഇഷ്ടം? എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് മഞ്ജുവിന്റെ കൂടി അഭിനയിക്കണം എന്നുള്ളതുകൊണ്ട് എനിക്ക് സിനിമയിലാണ് കുറച്ചുകൂടി ഇഷ്ടം. നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ട് റീലൊക്കെ എടുക്കണ്ടേ? എനിക്ക് അഭിനയം പഠിപ്പിച്ചു തരോ? അപ്പൊ നമ്മള് കുറച്ച് കഴിഞ്ഞാൽ റീലൊക്കെ എടുക്കും ഒന്നിച്ച്. ഡാൻസ് കളിക്കും, പാട്ട് പാടൂലേ? അപ്പൊ അഭിനയം മാത്രല്ല വേറെന്തൊക്കെ ചെയ്യും? ഞാൻ കർണാട്ടിക് മ്യൂസിക്കും പഠിക്കുന്നുണ്ട്, പിന്നെ ഭരതനാട്യം പഠിക്കുന്നുണ്ട്. ഏതൊരു സീരിയലില് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നല്ലേ? ഏത് സീരിയലാ? മണിമുത്തിലെ ടൈറ്റിൽ സോങ് ശിവക്കുട്ടിയാണ് പാടിയത്. മണിമുത്തിന്റെ ടൈറ്റിൽ സോങ് പാടിയത് ശിവക്കുട്ടിയാണ്. ഒരു കൊച്ചു പാട്ടുകാരി കൂടിയാണ്. ഒരു പാട്ട് പാടൂ. ഏതാ പാടാ? സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി, തങ്കരഥമേറി വന്നു പൂന്തിങ്കൾ പെൺമണിയായി, സുഹൃതവാണിയിലാരോ പാടും ആശംസാമംഗളമായി, സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി. എങ്ങോ കിനാക്കടലിന്നു മക്കരെ അറിയാമറയിൽ പുല്ലാങ്കുഴലൂതുവതായോ, എങ്ങോ കിനാക്കടലിന്നു മക്കരെ അറിയാമറയിൽ പുല്ലാങ്കുഴലൂതുവതാരോ, എന്റെ ഉള്ളിലാസ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ മപനിസകാരി പാദനി നീദസ, എന്റെ ഉള്ളിലാസ്വരങ്ങൾ ശ്രുതി ചേരുമ്പോൾ മെല്ലെ മൃദു പല്ലവി പോലെ അത് ഹൃദയഗീതമാകവേ, ഓർമ്മകളിൽ വീണുടഞ്ഞ വിരഹഗാനമാകവേ, സാന്ത്വനമായി വന്നൊരീ സൗവർണ്ണ വേളയിൽ സ്വരകന്യകമാർ വീണമീട്ടുകയായി, കുളിരോളങ്ങൾ പകർന്നാടുകയായി. നന്നായി പാടിയല്ലോ. താങ്ക് യു. പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടാണോ? സ്കൂളിലൊക്കെ പാട്ട് പാടുവോ? മാം ഇൻട്രൊഡക്ഷൻ ഒക്കെ വിളിച്ചിട്ട് പാട്ട് പഠിക്കും എന്ന് പറയുമ്പോ എല്ലാ മാംസും പാട്ട് പാടിക്കാറുണ്ട്. എല്ലാരും ശിവയുടെ പേരാ പറയാറ്. വീട്ടില് അമ്മ പാടുവോ അച്ഛൻ പാടും? അമ്മ പാടും. അപ്പൊ അമ്മയുടെ കഴിവാണ്. അടുത്തതായിട്ട് ആ മണിമുത്തിലെ ആ ടൈറ്റിൽ സോങ് എന്ന് പാടിയാലോ? പാടാം. ഓമന കണ്ണാ ഓടിവാ കണ്ണാ, കാർമുകിൽ വർണ്ണ കാതോർത്തിരിപ്പോ ഞാൻ, തൊഴിലുണർന്നു തുളുമ്പിടുന്നി
മുരളി തന്നിലനാദമാ നെറുകയിൽ ഇലവേറ്റിടുമ്പോൾ പീലി തന്നാമോദമാ ആലില തളിരേറനാർന്നൊരു നീർമിഴിച്ചേലിൽ നീ വരും കണ്ണാ ഓമന കണ്ണാ ഓടിവാ കണ്ണാ കാർമുകിൽ വന്നാ കാതോർത്തിരിപ്പോ ഞാൻ. നന്നായിട്ട് കേട്ടോ. താങ്ക് യു. കർണാട്ടിക് സംഗീതം പഠിക്കണ്ടെന്നല്ലേ പറഞ്ഞേ? ആരോ പഠിപ്പിക്കുന്നേ? സതീശൻ നമ്പൂരി സാർ. ഇവിടെ വന്നിട്ട് പഠിക്കാണോ അതോ അവിടെ പോയി? അല്ല, ഞാൻ അവിടെ പോയി പഠിക്കാം. എവിടെയാ സ്ഥലം? ചെറുന്നത്തൂര്. ചെറുന്നത്തൂര്. പാട്ട് ക്ലാസ്സിനെ കുറിച്ച് എന്താ പറയാള്? പാട്ട് ക്ലാസ്സിനെ കുറിച്ച് പറയാനുള്ളത്, അവിടെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉള്ളൂ. പിന്നെ അവിടെ എനിക്ക് നല്ല ഇഷ്ടമാണ് പോയി പാട്ട് പഠിക്കാനൊക്കെ. എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും സൺഡേ ആണ് ഉണ്ടാവുക. അപ്പൊ എനിക്ക് എല്ലാ ആഴ്ചയും പോകാൻ പറ്റാറുണ്ട്. പിന്നെ ഞാൻ ഓണം വെക്കേഷൻ അമ്മേന്റെ വീട്ടിൽ പോകുന്ന സമയം എനിക്ക് പോകാൻ പറ്റാറില്ല. അല്ലാതെ ഞാൻ എല്ലാ ദിവസവും പോകാറുണ്ട്. ഡാൻസോ? ഡാൻസ് പഠിപ്പിക്കുന്നത് സുധീഷ് നാട്യാഞ്ജലി സർ. ഇതേപോലെ ക്ലാസ്സിൽ പോയിട്ടാണോ അതോ വീട്ടിൽ വന്നിട്ട്? വീട്ടിൽ വന്നിട്ടാണ്. ഇപ്പൊ എന്താണ് ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ ഭരതനാട്യം പഠിക്കുന്നത്. ഇപ്പം അരങ്ങേറ്റം ആവാനായി. അരങ്ങേറ്റാവാനായി. അപ്പൊ പഠിത്തരങ്ങേറും. ഡാൻസർ ആവാൻ അങ്ങനെ താല്പര്യമുണ്ടോ? ഇഷ്ടമാണ്. അപ്പൊ ഡാൻസും പാട്ടും അഭിനയം എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകാനാണ് ഇഷ്ടം. കുട്ടിക്ക് സദ്യ ഇഷ്ടമാണോ? സദ്യയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം ഏതാ? പായസം സെക്കൻഡ്. അപ്പൊ പുളിശ്ശേരി, പിന്നെ പുളിയച്ചാറാണോ ഇഷ്ടം? അതെന്താ പുളിയച്ചാർ ഇത്ര ഇഷ്ടപ്പെടാനാ? എനിക്ക് നല്ല ഇഷ്ടാ പുളിയും. അതാ ഇതാ ഹായ് പുളി ആയതുകൊണ്ടാണോ പുളിയച്ചാർ ഇഷ്ടം? എരു എന്താ ഇഷ്ടം? ഇതാണോ? അതല്ല, ഇതോ? ഇതാണ് എരുവായിട്ട് ഇഷ്ടം. ഈ സെറ്റിലൊക്കെ ഓണാഘോഷമൊക്കെ എങ്ങനെയായിരുന്നു? അവിടെ സദ്യ ഉണ്ടാവും, ഓണപ്പൂക്കൾ ഉണ്ടാവും. പിന്നെ ആദ്യത്തോണം ഒരു റിസോർട്ടിൽ പോയി. അവിടെ ലക്ഷ്മി ഗോപാലസ്വാമി ഒക്കെ വന്നു. പിന്നെ എന്തായിരുന്നു? രണ്ടാം തോണത്തിന്റെ അന്ന് ഷൂട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ആകെ സദ്യ ശരി. ആ മറ്റേ പൂക്കൾ ഉണ്ടായിരുന്നു. അത് ഓണം നീന്തിയിട്ട് അത് ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റും, മലയാളത്തിലും വായിക്കാൻ പറ്റും. ഓണം നീതിയിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും വായിക്കാൻ പറ്റുന്ന രീതിയിൽ ഓണം നീതിയിട്ട്. അവിടെ സദ്യക്ക് എന്തൊക്കെ ഉണ്ട്? ഇവിടെ വീട്ടില് സദ്യക്ക് ചോറ്, സാമ്പാറ്, എരിശ്ശേരി. പിന്നെ എരിശ്ശേരിക്ക് ഞാനാ കഷ്ണം മുറിച്ചത്. ആണോ? പക്ഷെ ഞാൻ കൂട്ടൂല, അത്രേ ഉള്ളൂ. എരിശ്ശേരി കഷ്ണം മുറിക്കും, പക്ഷെ കൂട്ടൂല. വളരെ ഇഷ്ടാ? അമ്മയ്ക്ക് ആയിരം തരണേ. വേറെ കുക്കിംഗ് ഇഷ്ടമാണോ? ഈ സദ്യ അല്ലാണ്ട് ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? പൊറോട്ടന്റെ കൂടെ ചിക്കൻ. പൊറോട്ടയും ചിക്കനും. ചെറിയ കടികളൊക്കെ എന്താ ഇഷ്ടം? മുട്ട ബജി. ഈ പയ്യോളി ഭാഗത്തൊക്കെ സദ്യയില് നോൺ വെജ് ഒക്കെ കൂട്ടുന്ന പറയുന്നത്. ഞാൻ കൂട്ടില്ല. നോൺ വെജ് ഇഷ്ടമാണോ? ചിക്കൻ ആയിരിക്കും അല്ലേ? മുട്ടയും. എത്ര മുട്ടായിരിക്കും? മാക്സിമം 2 പിന്നെ കുഞ്ഞു വയറല്ലേ? അച്ചോ, കുഞ്ഞു വയറല്ലേ? സ്കൂളിലേക്ക് ഫുഡ് ഉണ്ടോ അല്ലേ? കൊണ്ടുപോയില്ല? അവിടെ കിട്ടോ? അവിടെ ഫുഡ് ഉണ്ട്? അവിടെ ഇങ്ങനെ ക്യാൻറ്റീൻ ആയിട്ടാണോ? 5th വരെ അവിടെ ഫുഡ് കഴിക്കല് കമ്പൽസറി ആണ്. പിന്നെ 6th തൊട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവരാം, അല്ലെങ്കിൽ മെസ് കാർഡ് എടുത്ത് കഴിക്കാം. പായസം ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ? ഏത് പായസം ഏറ്റവും കൂടുതൽ ഇഷ്ടം? എനിക്ക് സേമിയ. സേമിയാണോ? എന്തെങ്കിലും നേരം ഉള്ളോണ്ടാ?
കഴിച്ചിട്ടിരിക്കണോ? മുളകാണോ? വെള്ളം കുടിച്ചോ? വെള്ളം കുടി. മോരാണോ? ശിവൻ പിന്നെ അഭിനയിക്കുമ്പോഴൊക്കെ അതേപോലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ ക്യാമറേന്റെ മുന്നിൽ ഫുഡ് കഴിക്കുമ്പോ എന്താ തോന്നാ? അവരെടുക്കും, ഞാൻ കഴിക്കും. ഫുഡ് ഇഷ്ടാണോ? അവിടെ ഓണത്തിന് സദ്യ കഴിച്ചോണ്ടിരിക്കുമ്പോ അവര് ക്യാമറയും കൊണ്ട് ഇങ്ങനെ നടന്നിടും. ഷൂട്ട് ചെയ്യും. അവര് ഷൂട്ട് ചെയ്ത് പോകും, നമ്മൾ കഴിക്കും. ഞാന് എനിക്ക് റൈറ്ററിനോട് പറഞ്ഞു എനിക്ക് ചിക്കൻ കൊടുക്കുന്ന സീൻ എഴുതാൻ. അപ്പൊ റൈറ്റർ എഴുതി, എനിക്ക് ചിക്കൻ കിട്ടി. ഇഷ്ടമായതുകൊണ്ടാ അഭിനയിക്കാൻ വേണ്ടിട്ട്. ബിരിയാണി, ചിക്കൻ ബിരിയാണി സ്ക്രിപ്റ്റിൽ ഇല്ലാഞ്ഞിട്ട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിപ്പിച്ചു. മുട്ടിക്ക് അപ്പൊ ഫുഡ് തന്നെ ചിക്കൻ ഉൾപ്പെടുത്തണം. എന്താ പറഞ്ഞേ? ഇങ്ങനെ കഴിച്ചേ? ഞാൻ കഴിച്ചില്ല, എന്താ അറിയാ. അപ്പൊ ഞാൻ കഴിക്കുന്ന സമയം ഞാൻ നിലത്തിരുന്ന് കഴിക്കാം. അതിനെ ഡൈനിങ് ടേബിളിൽ ഒന്നും ഇരിക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ നിലത്തിരുന്ന് കഴിക്കുന്ന സമയം മറ്റേ കുട്ടി വന്നിട്ട് തട്ടിക്കളയും. ഒത്തിരി കഴിച്ചപ്പോ പോയി. വേറെ ഏതേ സീനിൽ പറഞ്ഞാൽ പോരായിരുന്നില്ലേ? അപ്പൊ ബിരിയാണി മൊത്തം കഴിക്കാറുന്നില്ലേ? സാരല്ല, നമുക്ക് ഓണൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിക്ക് ചിക്കൻ ബിരിയാണി കഴിക്കാം. ഞാൻ കഴിക്കില്ല. ഞാൻ കഴിക്കില്ല. എന്താ? ഞാൻ വെജിറ്റേറിയനാ. ഞാൻ ചിക്കൻ കഴിച്ചിട്ടില്ല. ഇവിടെ പരിപാടിയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ബിരിയാണിയാണോ കഴിക്കുക? ബിരിയാണി. ശിവന് പിറന്നാളിനൊക്കെയോ? എല്ലാ പിറന്നാളും ആഘോഷിക്കോ? അധികം പിന്നെ 2 പിറന്നാളാവട്ടെ സെറ്റിൽ വെച്ചിട്ട്. അതെങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ലായിരുന്നു. പിന്നെ എല്ലാവർക്കും അത് എനിക്ക് തൈര് ഇഷ്ടമാണ്. എനിക്ക് മിൽക്കി വേസ്റ്റിന്റെ ഇഷ്ടമുള്ളൊരു പാകത്തെ എന്നിട്ട് മൊത്തം കഴിച്ചു. സെയിം വെച്ചു. എനിക്ക് തൈര് ഇഷ്ട. ഞാൻ വെറുതെ കഴിക്കണം തൈര്. ഞാൻ ഇപ്പൊ ചോദിച്ചു വാങ്ങിച്ചത്. ഗിഫ്റ്റ് ഒക്കെ കിട്ടിയായിരുന്നോ? ടെഡി കിട്ടി, ഡ്രസ്, ബാഗ് ഒക്കെ കിട്ടി. മുഖത്ത് പോയി തരുമോ? ഭക്ഷണം കഴിച്ച് ക്ഷീണിച്ചോ? ഉണ്ടല്ലോ. സദ്യ കൂടുതൽ പായസം കൂടുതൽ കഴിച്ചിട്ടാ? ശിവ മുന്നേ ഗൾഫിലായിരുന്നല്ലേ? അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? അവിടെ 1 2 3 4 വർഷം. 4 വർഷം. ശിവയ്ക്ക് ഗൾഫാണോ ഇഷ്ടം അതോ കേരളമാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. പയ്യോളിയെ കുറിച്ച് എന്താ പറയാളെ? പയ്യോളി എനിക്ക് നല്ലോണം ഓടാറിയാം. കാരണം ഞാൻ PT ഉഷയുടെ നാട്ടുകാരിയാണ്. അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഓടാൻ അറിയാം. റേസിലൊന്നും എനിക്ക് ഫസ്റ്റ് കിട്ടാറില്ല. ഇല്ല, പക്ഷെ നന്നായിട്ട് ഓടും. പക്ഷെ റേസിലൊന്നും എനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടില്ല. പ്രൈസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ? അത് ഏത് വർഷമായിരുന്നു? അതെനിക്ക് 7 വയസ്സായപ്പോ. 7 വയസ്സായപ്പോ ഈ സീരിയൽ അഭിനയിച്ചോണ്ടിരിക്കണം. എന്ത് തോന്നി? എനിക്ക് നല്ല സന്തോഷം തോന്നി. ഞാൻ അവിടെ നോക്കിയപ്പോ എനിക്ക് പ്രത്യേകം ഒരു സീറ്റൊക്കെ ഉണ്ട് ശിവരഞ്ജൻ എഴുതി വെച്ചിട്ട്. ഈ പ്രൈസ് ഒറ്റയ്ക്കാണോ? ഒറ്റയ്ക്ക് സ്റ്റേജ് കയറി വാങ്ങിയത്? പേടിയൊന്നുമില്ല. ഇത് പേടിയല്ലേ? നമ്മളിത് പേടി. ഒന്നടിച്ചിട്ട് എങ്ങനെ ഈ ചിരിയിലേക്ക് ആദ്യം അതിലേക്കോ? സീരിയല് മുത്തശ്ശിനെ യക്ഷിന്റെ വേഷം കിട്ടി പേടിപ്പിക്കണ്ടായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ഡബ് ചെയ്യുന്നോണ്ട് ഞാൻ ഈ ചിരിച്ചിരിക്കേണ്ടി വന്നു. അങ്ങനെ ചിരിച്ച് സ്ഥിരം ഈ ചിരിയായി. അങ്ങനെ സ്കൂളില് പ്രയത്തിന്റെ ചിരി എന്നുള്ള പേരും വന്നു. സന്തോഷായി. അങ്ങനെ പറയുമ്പോ എനിക്ക് സങ്കടം വരുന്നു പറഞ്ഞതോ? ചെറുതായിട്ട് ഇപ്പൊ യൂസ് ആയി. ഡാൻസും പാട്ടും മാത്രല്ല വേറെ കുറച്ച് കാര്യങ്ങളും കൂടി കയ്യിലുണ്ടെന്ന് കേട്ടല്ലോ. എന്താ? കരാട്ടെ. കരാട്ടെ അടിക്കോ? 2 3 എങ്ങനെ തടയാ? എനിക്ക് എന്നാലല്ലേ തടയാ.
കരാട്ടെ എവിടെ പഠിക്കുന്നത്? എങ്ങോട്ടാ? ഞാൻ സ്കൂളിൽ കരാട്ടെ ഉണ്ട്. സ്കൂളിനാണോ പഠിക്കുന്നത്? ഏത് ബെൽറ്റായി? ഇല്ല, യെല്ലോ ബെൽറ്റ് വരെ ഇടിക്കാറുണ്ടോ അവിടെ വീട്ടിലെല്ലാരും? അച്ഛമ്മേടിക്കില്ലേ? അച്ഛനില്ല, ചെറിയച്ഛനെ എടുക്കില്ല, പപ്പനെ എടുക്കില്ല, അമ്മേനെ എടുക്കില്ല, എല്ലാവരും ഇരിക്കില്ല. എല്ലാരും ഇടിക്കാൻ വേണ്ടിട്ടായിരിക്കും എല്ലാരും ഇടിക്കണേ? വേദനിപ്പിക്കാൻ. വെറുതെ വേദനിപ്പിക്കാൻ? അതല്ലേ സ്കൂളിൽ പറയണ എല്ലാരും വികൃതിയാണ് വികൃതിയാണ്. ഇത് ഏത് സ്കൂളിലാണ് പഠിക്കണേ? ഈ ശ്രീഗോകുലം പബ്ലിക് സ്കൂൾ പഠിക്കല. അതെ. എത്ര ക്ലാസ്സിൽ? 5ാം ക്ലാസ്സിലല്ലേ? ശരി. അപ്പൊ ഇപ്രാവശ്യത്തെ ചാപ്റ്റർ 4 എന്റർടൈൻമെന്റ്സിന്റെ ഓണം ശിവക്കുട്ടീന്റെ കൂടെ ഗംഭീരാക്കി അല്ലേ? അടിപൊളിയായില്ലേ?